വീണ്ടും സ്വാഗതം അല്ലേ ഷൈൻ? അല്ലേ? വീണ്ടും സ്വാഗതം. സജീന്ദ്ര സ്പീക്കിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഏതിന്റെ എപ്പിസോഡാണ്? നടി ആക്രമിക്കപ്പെട്ട കേട്ടിൽ ദിലീപുമായി ബന്ധപ്പെട്ട് വന്ന വിധിന്യായത്തിന്റെ വിധി പകർപ്പാണിത്. കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതാണ് വിധി പകർപ്പ്. ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാലോ പ്രേക്ഷകർക്ക് പബ്ലിക് കോളേജ് ഉണ്ട്, കോളേജ് ഉണ്ട്, സിനിമാ വിതരണം കാര്യങ്ങളൊക്കെ തിരക്കുണ്ട്, സാമൂഹ്യ പ്രവർത്തനമുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്നതനുസരിച്ചാണ് എപ്പിസോഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ എപ്പിസോഡും കിട്ടാൻ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് മുഴുവൻ നിങ്ങൾ തുടർച്ചയായിട്ട് കാണണം. നിങ്ങൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കോടതിയാണ്, ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇത് പഠിച്ചിരിക്കെ. ഇത് നാളെ നിങ്ങൾക്ക് വരുമ്പോൾ ഇതൊക്കെ നല്ല അറിവുകളാണ്. നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞല്ലോ അല്ലേ? നമ്മളല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുക. അടുത്തത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വലിയൊരു വിവാദമായ പരാമർശം കോടതിയുടെ വിധിക്കാത്തുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നികേഷ് കുമാർ ഏജന്റായിട്ട് പ്രവർത്തിച്ചു. നികേഷ് കുമാറിന് വലിയൊരു റോളാണ് അല്ലേ? അത് നികേഷ് കുമാർ മലയാളം മലയാളിയിൽ ഞാൻ കണ്ടത് നികേഷ് കുമാർ ദിലീപിനോട് വൈരാഗ്യം തോന്നാനുള്ള പ്രധാന കാരണം ഇന്ത്യ വിഷൻ ചാനലിൽ നിന്ന് ഇറങ്ങുമ്പം ദിലീപ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അതിനുശേഷം ദിലീപ് അത് പിന്മാറിയതിന്റെ വൈരാഗ്യമാണെന്നാണ് മറുനാടൻ പറയുന്നത്. ദിലീപിനോട് ഭയങ്കര വൈരാഗ്യമാണ്. കാരണം ഞാൻ പുള്ളിയുടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹം മിടുക്കനായാലും പലരുടെയും പൈലറ്റായാലും നികേഷ് കുമാറും ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, നല്ല മിടുക്കനാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാള് എത്ര വർഷങ്ങളാണ് അവിടെ ഞങ്ങൾ ചർച്ച പോയതാണ്. ഞങ്ങൾ വൈകുന്നേരം പോയിരിക്കുവായിരുന്നില്ല, കാണുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം പറയുമ്പോഴും ആ ആരോപണമെല്ലാം അദ്ദേഹത്തിന് പബ്ലിക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതാണ്. ആ ഭാഗത്ത് വന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും സമ്മതിക്കാനുള്ള സമ്മതിച്ചിട്ടുണ്ട്. അറിയാലോ, വേറെ ആരും കൊടുക്കാനാ. ചക്ക പ്ലാവിൽ തന്നെ ചക്ക ഉണ്ടാവും അല്ലേ? ഭാവിലുണ്ടാവത്തില്ല. അപ്പൊ ഇതെല്ലാം കൊടുത്തു. ദിലീപ് തെളിയിച്ച ദിലീപിന് മാത്രം എന്തായാലും ചാനൽ കൊടുക്കില്ല. ഇവര് പറഞ്ഞ ആരോപണം കോടതി ഒരു വാചകം ശ്രദ്ധിക്കണേ. കോടതി ഒരു വാചകം ശ്രദ്ധിച്ചോണേ. ഇതിനകത്തുള്ള ആരോപണങ്ങൾ മാത്രമായി ആരോപണങ്ങൾ മാറി കേട്ടോ. ഭയങ്കര കോട്ടിക്കാം. ആരോപണങ്ങൾ മാത്രമായി ദിലീപ് കേസിൽ ദിലീപിനെതിരെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കുറ്റചാർത്തകൾ എല്ലാം വെറും ആരോപണമായിരുന്നു. ആരോപണങ്ങളെല്ലാം ആരോപണങ്ങളായി മാറിയെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച്. അപ്പൊ കോടതി വീണ്ടും പറയുന്ന എന്താണ്? അതിന്റെ കോട്ടിങ് വീണ്ടും ഞാൻ പ്രേക്ഷകരെ ഓർപ്പിക്കുക. എന്താ? നീതി നടക്കട്ടെ, ആകാശം പിടിഞ്ഞു വീണാലും. ആ ജഡ്ജി 1 മണി വരെ ഇരുന്നിട്ട് ഇവരെ വിളിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പത്രക്കാർക്ക് ബാധ്യത സമൂഹത്തോടുണ്ട്. സമൂഹമല്ലേ നിങ്ങളെ വളർത്തുന്നത്. ആ സമൂഹത്തിന് നല്ല സന്ദേശം ഇത് വായിച്ചിട്ട് കൊടുക്കാനാ പറഞ്ഞു. എന്നിട്ട് ഇവരിപ്പോ വായിച്ചിട്ട് കൊടുക്കുന്ന എങ്ങനെ അറിയോ? ഇതൊക്കെ പറഞ്ഞാലും മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഭയങ്കര വീഴ്ചയായിപ്പോട്ടെ. ഭയങ്കര തെളിവായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് കൊടുക്കാനിട്ടാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ വീഴ്ചയാണ് വരുന്നത്. പോലീസ് കൊണ്ട് കൊടുക്കുന്ന സാധനം അയക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പോലീസിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇത്രയും ഇതിന്റെ ഡിസ്കഷൻ നടത്താം. ഈ കൊണ്ടുവന്ന സാറേ ഈ തെളിവ് മതിയാകുമോ, അത് അടുത്ത തെളിവ് വേണോ? അപ്പൊ ഒരു ഡയറക്ഷൻ കൊടുക്കാം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക്. അത് കഴിഞ്ഞിട്ട് അതിന്റെയും ക്ലാരിറ്റി കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ് പുള്ളി കോടതി കൊടുക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ മുമ്പ് 2 കൂട്ടർ രാജിവെച്ചു വെറുതെ അല്ല. അവർക്ക് ഈ സാധനം കൂട്ടി ഒഴിപ്പിക്കാൻ പറ്റത്തില്ലേ സാറേ? അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ 2017 ഫെബ്രുവരി 17 കേസുണ്ടായി. 2017 ഏപ്രിൽ 18 തന്നെ കുറ്റപത്രം കൊടുത്ത 6 പ്രതികളിലേക്ക് ഈ കേസ് അവസാനിച്ചു പോയതാണ്. അതിന്റെ അർത്ഥം തന്നെ എന്നാന്ന് വെച്ചാൽ പോലീസിന് ഇത് കൊള്ളുന്നതെന്ന് കണ്ടെത്താൻ കൊത്തുമില്ല. ഇവരീ പറഞ്ഞ സാധനം ഒന്നും വർക്കൗട്ട് ചെയ്തുമില്ല. പക്ഷെ എന്നിട്ടും സഹിക്കാഞ്ഞിട്ടാണ് പിന്നെ ഇത് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ജൂൺ 14 പുള്ളി ആദ്യമായിട്ട് ഈ കാർണിവൽ ഗ്രൂപ്പിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വീണ്ടും വിളിപ്പിക്കുന്നു. കാര്യം വെച്ചാല് ഈ നോട്ടീസിന്റെ കാര്യം നമ്മൾ മുമ്പ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. ആ നോട്ടീസ് പ്രകാരം പിന്നെ പോലീസ് ക്ലബിനോ അല്ലെങ്കിൽ ഇവിടെ ഹാജരാണെന്ന് പറയാം. അഭിഭാഷകന്റെ സഹായം വേണമെങ്കിൽ അയാൾ കേൾക്കാവുന്ന അപ്പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള ദൂരത്തിരുന്ന് ഇത് കേൾക്കുകയും ചെയ്യാം. പക്ഷെ ഒരു സ്വകാര്യ റിസോർട്ടിലോ ഹോട്ടലിലോ റൂമിലോ വരാൻ പറയാൻ പോലീസിന് പറ്റത്തില്ല. പക്ഷേ പഠിച്ചിട്ടുണ്ട്. വേറെ നടിമാരെയൊക്കെ പലരെയും ഇവര് വിളിച്ചു വരുത്തി മൊഴി എടുത്തത് 5 സ്റ്റാർ ഹോട്ടലില്ല. ഒരിക്കലും സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു വെച്ചാല് അവരിയ്ക്കുന്നിടത്ത് ചെന്ന് എടുക്കാം എന്നൊരു സ്ത്രീകൾക്കുണ്ട്. പക്ഷെ മറ്റു പല സ്ത്രീകൾക്കും അങ്ങനെ ആയിരുന്നില്ലെന്നുള്ളതാണ് എനിക്കറിയാം. എന്റെ അറിവില്ലേ, അറിയില്ല, അത് ഞാൻ പറയില്ലല്ലോ. പിന്നെ അതിനകത്ത് ഇവിടെ ഞാൻ വായിച്ചില്ല, ഒരു പരാമർശം കണ്ടതാണ്. മറ്റേ ലാലിനെ സാക്ഷിയാക്കിയിട്ടില്ലെന്നോ, ലാലിന്റെ വാഹനമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ലാലിന്റെ മോനെ സാക്ഷിയാക്കി ഇറങ്ങി. ഞാൻ മുഴുവൻ വായിക്കാതെ നമ്മള് തെറ്റാ റോങ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. നമുക്ക് ആരും മനസ്സിലായി ഇത് പോലീസ് ട്രാപ്പ് ചെയ്ത കേസാണെന്ന്, ഫാബ്രിക്കേറ്റഡ് ആണെന്നും, ഇതിന്റെ പിന്നിൽ ഒരു മേഡം ഉണ്ടെന്നും, ആ മേഡം ആരാണെന്നും, മേഡത്തിനിട്ട പേര് വ്യാജമാണെന്നും, ഈ മേഡത്തിലേക്ക് പോലീസ് അന്വേഷണം പോയിട്ടില്ലെന്നും, ഈ ദിലീപിനെതിരെ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും വെറും ആരോപണമായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ലെന്നും നമുക്ക് മനസ്സിലായി. എന്നിട്ട് കോടതി എന്നെയാണ് ദിലീപെ തൂക്കിക്കൊള്ളാമെന്ന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഉദ്ദേശം നടക്കാതെ വരുമ്പോ പിന്നെ
ഈ മറ്റേ കള്ളക്കളി എന്ന് പറഞ്ഞ് ചെസ് ബോർഡ് തട്ടി കളയത്തില്ല യോദ്ധാക്ക. അതെ. അപ്പം ഇനിയിപ്പോ ഈ അടുത്തത് നമ്മുടെ ഈ ഫോറൻസിക് പരിശോധിക്കാൻ നമ്മുടെ ഈ സായി ശങ്കറിന്റെ എൻട്രി ഉണ്ട്. സായി ശങ്കർ ദിലീപിന്റെ എല്ലാം റിട്രീവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞൊരു എൻട്രി. ഈ എൻട്രിയില് സായി ശങ്കർ ഓൾറെഡി കേസ് പ്രതിയാ. അതെ, ആ മാപ്പസാക്ഷിയാ. അതിനകത്ത് വീട് കാണിച്ചു അറിയോ? ഈ സായി ശങ്കറിൽ നിന്ന് ഇപ്പൊ എന്റെ മൊബൈലിൽ നിന്ന് എനിക്ക് ടെക്നോളജി ഇല്ലാത്ത അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ സത്യസന്ധത പറഞ്ഞു, ഞാൻ ടെക്നോളജി വളരെ വീക്കാ. ലൊക്കേഷൻ ഇടാൻ പോലും എനിക്ക് അറിയത്തില്ല. ഉള്ള കാര്യം പറഞ്ഞു. ഈ ഒരിക്കലൊരു മൊബൈലിൽ നിന്നോ അല്ല ലാപ്ടോപ്പിൽ നിന്ന് ഒരു കാര്യം റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമല്ലോ? പറ്റും. സായി ശങ്കറെ റിട്രീവ് ചെയ്തു, ഏതാണ്ടൊക്കെ തെളിവുകൾ മാറ്റി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ആ സാധനം ഇവര് ഫോറൻസിക് അയച്ചിട്ടേ ഇല്ല. കോടതി ശ്രദ്ധിക്കുക, സായി ശങ്കറിന്റെ ചർച്ച കുറെ നാൾ കൊണ്ടുപോയത്. സായി ശങ്കർ ദിലീപിന്റെ ഫോണിൽ നിന്നും പലതും റിട്രീവ് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് കോടതി ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ ആ റിട്രീവ് ചെയ്ത സാധനം വീണ്ടും ആ ഒരു എക്യുപ്മെന്റ്സിൽ നിന്ന് ഇവർ എടുത്തില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് ഇവർ അയച്ചിട്ടേ ഇല്ല. കാരണം അയച്ചാൽ ഇവര് കൊടുക്കും. അത് തന്നെ, അയച്ചാൽ ഇവര് കൊടുക്കും. അത് വളരെ സായി ശങ്കറിൽ നിന്ന് എന്തൊക്കെ ഡിലേറ്റ് ചെയ്തെന്ന ഒരു കള്ളക്കേസ് അവിടെ ഉണ്ടാക്കിയാൽ അപ്പൊ ഇവര് ഒന്നുമില്ല. അല്ലാതെ അടുത്ത കോടതി പറഞ്ഞൊരു കാര്യമാണ്, ദിലീപ് ഏതാണ്ടൊക്കെ ചാറ്റുകൾ മാറ്റി. കോടതി വെച്ച് ഓക്കെ, മാറ്റിക്ക് നമുക്ക് ശിക്ഷിക്കാം. ഏതൊക്കെ ചാറ്റുകളാണ് മാറ്റിയത്? ഉത്തരവില്ല. താങ്കൾ എന്റെ നിന്നും കാശ് കടം വാങ്ങി എന്നിരിക്കട്ടെ, ഓക്കെ. താങ്കള് ഞാൻ എന്താ പറയുന്നത്, ഷാജി എന്നിൽ നിന്നും കാശ് കടം വാങ്ങി. എത്ര കാശ് വാങ്ങി എമൗണ്ട് അതെനിക്കറിയത്തില്ല. കാശ് വാങ്ങി എന്ന് വാങ്ങി, എവിടെ വെച്ച് വാങ്ങി? ഷാജി എന്നെ തല്ലി, ഓക്കെ. ഷാജി എന്നെ തല്ലി, എവിടെ തല്ലി അതെനിക്കറിയത്തില്ല. തല്ലി. അപ്പം ശരിക്കും പറഞ്ഞാല് അതായത് ഒരാളെ മനഃപൂർവ്വം ഈ കേസിൽ ഉൾപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയാണ്. അപ്പൊ ആർക്കെതിരെ? അപ്പൊ ഞാൻ ചാനലിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് നടിക്കെതിരെയുള്ള ഗൂഢാലോചന മാത്രമല്ല, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനയും കൂടെയാണ്. ദിലീപിനെതിരെ, കാവ്യക്കെതിരെ മാറാക്കാൻ ശ്രമിച്ചു, പക്ഷെ പാളിപ്പോയി. പിന്നെ ഇത് അവൾ അനുഭവിക്കേണ്ടതാണെന്ന് ദിലീപ് പുറകോട്ട് കൈ കൂട്ടി പറഞ്ഞു, അല്ലേ? പറഞ്ഞോ? അവിടെ വീട്ടിനകത്തിരിക്കുന്നവരെ നമ്മൾ ഞാനിപ്പോ എന്റെ വീടുക ഇവിടെ അവൾ അനുഭവിക്കാതെ എന്റെ ഭാര്യ അനുഭവിക്കണമെന്നല്ല. ഇങ്ങോട്ട് കൂട്ടി പറഞ്ഞതിന്റെ അർത്ഥം വെളിയിൽ എടുത്തില്ല അതിന്റെ ഉദ്ദേശം. ഇവര് ശരിക്കും പറഞ്ഞാല് ഇവര് കേരളം പഠിക്കേണ്ട ഒരു കേസായിരുന്നു. പ്രേക്ഷകരോട് വീണ്ടും പറയുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, വെറുതെ പറയല്ല, ഞാൻ ഈ സാധനം എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണല്ലോ അല്ലേ? താല്പര്യമില്ലാതെ കേൾക്കണ്ട. എനിക്ക് യൂട്യൂബ് ഒരുപാടുള്ള ആളല്ല. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ കേട്ടോ. പിന്നെ ദിലീപിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കാത്ത നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ദിലീപിനെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നോ നമ്മൾ പറയുന്നില്ല. എനിക്ക് ദിലീപിനോട് ഇഷ്ടമുണ്ട്, അല്ലാതെ എനിക്ക് ആരാധന കാണുന്നില്ല. ദൈവത്തോട് മാത്രമേ, പ്രകൃതി ദൈവത്തോട് എനിക്ക് ആരാധനയുണ്ട്. ഞാൻ ആരെ ആരാധിക്കുന്നില്ല. അടുത്തത് കോടതി പറയുകയാണ്, നടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം പറഞ്ഞു. ശ്രീകുമാർ എന്നെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഗൂഢാലോചന നടത്തിയ അബാദ് ക്ലാസ്സേല ഗൂഢാലോചന നടത്തിയത് തെളിയിക്കാൻ പറ്റിയില്ല. ദിലീപും തമ്മിൽ അതെല്ലാം സംഭവം. ഈ അവിടെ ഒരു അമ്മയുടെ പ്രോഗ്രാം റിഹേഴ്സൽ, ഞങ്ങൾ അബാദ് ക്ലാസ് ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ക്യാമറൊക്കെ വെക്കണ്ട. അമ്മയുടെ പ്രോഗ്രാമിന് റിഹേഴ്സൽ എടുക്കുന്നത് എവിടെയാണ്? അബാദ് ക്ലാസ്സിലാണ്. അപ്പൊ ആ റിഹേഴ്സൽ എടുത്ത സമയത്ത് എന്തുണ്ടായി? മുകേഷിന്റെ ഡ്രൈവറാണ് ആര്? പൾസർ. അപ്പൊ ദിലീപ് അവിടെ അപ്പുണ്ണിയും ദിലീപുള്ള സ്വാഭാവികമായിട്ട് എവിടെ വന്നു? റിഹേഴ്സലിന് വന്നപ്പം ഇവരെല്ലാവരും ഹോട്ടലിലായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഷാജി ഇവിടെ ഇരിക്കുന്നു. ഷാജി ഞാൻ പോയി കഴിഞ്ഞ ഒരു കൂടാതെ നടത്തിയത് ഞാൻ പ്രതിയാകും. കൂടാതെ നടന്നിട്ടില്ല. അപ്പൊ ശ്രമിക്കുക. അപ്പൊ അന്ന് ദിലീപ് അവിടെ റിഹേഴ്സൽ ചെയ്തിരുന്നു. ഏതാ അന്ന് പൾസറിന് ഞാനുടെ ഡ്രൈവറാ മുകേഷിന്റെ. കണ്ടോ, ഇവര് കുറെ നടന്നു നോക്കി അല്ലേ? ഇവര് കുറെ വഴി നടന്നു പോയി അല്ലേ? ഇവര് പറയാനുമില്ലായിരുന്നു. സാറേ ഇതെന്നാന്നറിയോ, ഇത് പോലീസിന് നന്നായിട്ടറിയാം. ഈ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസും മീറ്റിംഗ് ഓഫ് മൈൻഡ്, ഇത് രണ്ടും കൂടെ കൃത്യമായി വന്നെങ്കിലേ ഒരു 120 ആഡ് ചെയ്ത് നിലനിൽക്കുള്ളൂ.
അപ്പൊ അത് നിലനിർത്താൻ വേണ്ടി ഇവർ പഴിച്ച പണി 18 ഇവര് നോക്കിയിട്ടും ഈ സാധനങ്ങൾ എത്തുന്നില്ല. ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളെല്ലാം കോർത്തിണക്കി വരണം. അത് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് നമ്മൾ പറഞ്ഞാല് ആ വേര് മുതൽ കായ്ഫലം വരെയുള്ള എല്ലാ റൂട്ടിലല്ല, പിന്നെ അത് വേറെ പ്രശ്നം അറിയാം. ഇതിനകത്ത് മുമ്പ് ഞാൻ പറയാൻ വന്ന പോയിന്റ് വിട്ടു, വേറെ ഒത്തിരി പോയിന്റ് പഠിച്ചു ഇതിനകത്ത് വായിച്ചുകൊണ്ടേ. പിന്നെ അതിനകത്ത് അറിയാം, കോടതി പറയുകയാണ് ഇവര് ദിലീപിനായിട്ട് ഉന്നയിച്ച ഒരു ആരോപണങ്ങളും ഒരു ചാർജിനെ കുറിച്ചും ഒരു തെളിവും സാധൂകരിക്കുന്ന ഒന്നും കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അടിമുടി കേസ് അല്ലെ, കള്ളക്കേസ് മാത്രമാണ് ഇവർ കൊണ്ട് കൊടുത്തത്. പക്ഷെ ദിലീപല്ല വേറെ ഒരാളെ പെട്ടുപോയി. അത് പോലീസുകാർക്ക് അതിനൊരു ഭാഷയുണ്ട്, പൊട്ടച്ചാർജ്. എന്നാ പറഞ്ഞ പൊട്ടച്ചാർജ്? ഓ, അത് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചാ. തെളിയിക്കാൻ പറ്റത്തില്ല, ചാർജ് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പൊട്ടച്ചാർജ് എടുത്തു ഒഴിവാക്കുന്നത്. പിന്നെ ഇതിനകത്ത് നല്ല നാദിർ ഷാ ദിലീപിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. അപ്പൊ ഷാജി മുമ്പേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ് അറിയോ? മൊഴി മാറ്റി 27 പേര്. ഈ മൊഴി മാറ്റത് കാവ്യ മാധവൻ. ഇനി ഒറിജിനൽ മൊഴിയാണ് മാറ്റും നമുക്കറിയാം. മാറ്റും. ഞാൻ ചോദിക്കട്ടെ, അനൂപിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇവരുടെ അളിയന്മാരൊക്കെ പറഞ്ഞു ഇവര് മൊഴി മാറ്റുന്ന ഇവർക്ക് അറിയാം. അങ്ങനെ ആണെങ്കിൽ സപ്പോസ് നമുക്ക് ഇവരുടെ ഒരു വാദത്തിന് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം, ഇവരെന്നാ 164 എടുക്കാൻ വിടാന്നെ? അതാണ് പൈസയുടെ മുമ്പിൽ 164 എടുത്തുകൂടാ. ഈ അന്തിച്ചർച്ചക്കാർ ഒരാൾ പോലും അത് ചോദിച്ചിട്ടില്ല. അതായത് നമ്മുടെ ആൾക്കാരെ ചിന്തിപ്പിക്കാനായിട്ട് ഇവർക്ക് എന്ത് ചെയ്തില്ല, താല്പര്യമില്ല. മനസ്സിലായില്ലേ? ആൾക്കാരെ ചിന്തിപ്പിക്കുന്നില്ല. അടുത്തെന്താണ് ഇവര് പറയുന്നത്? നമ്മുടെ വീണ്ടും ദൃശ്യം ദിലീപ് ലോക്കൽ ബാഗ് അതെല്ലാം പൊളിഞ്ഞു. പൾസർ ആദ്യം പറഞ്ഞ ബാഡം പൊട്ടേഷൻ അത് പൊളിഞ്ഞു. ബാഡമുണ്ട് ഇവര് ശ്രമിച്ചത്. ബേഡമുണ്ട് അവർക്കറിയാം. വേണം ദിലീപ് മൊബൈൽ ചാറ്റ് നീക്കം ചെയ്തോ? ഏത് ചാറ്റ്? ദിലീപ് ബാക്കി ചാറ്റ് ഏതാ പറ? സ്വകാര്യമായിട്ട് മാറ്റിയിട്ടില്ല. ബാക്കി ചാറ്റ് വെച്ചിട്ട് ഇവർക്ക് അറിയില്ല. ചുമ്മാ അങ്ങ് പറയുമോ? ചുമ്മാ എറിയുക. റിട്രൈവ് ചെയ്ത പല ചാറ്റുകളും കണ്ടെടുത്തു പോലീസ്. എല്ലാം കണ്ടെടുക്കാം. ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചോളം എന്റെ മൊബൈലിൽ നിന്നും നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് 6 ലാപ്ടോപ്പിന്റെ ഏത് ഡിജിറ്റൽ മെഷീനിൽ നിന്നും ഒരു പ്രാവശ്യം അത് ചാറ്റ് ചെയ്ത് മാറ്റിയാലും അടുത്ത പ്രാവശ്യം വീണ്ടും കിട്ടും. എടുത്തു കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. വേറെ മറ്റ് പല സ്വകാര്യ കാര്യങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ, കുടുംബത്തിലെ കാര്യങ്ങളെ, അങ്ങനെയൊക്കെയാണ് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് ഈ കേസുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പറയില്ല, ഇത് അടിമുടി ഇവര് ഉണ്ടാക്കിയ ഒരു കേസായോണ്ട് ഇത് സാറ് നമ്മൾ തമ്മിലൊരു കേസ് ഉണ്ടാക്കി, ഒരാളെ കൊടുക്കാതിരിക്കട്ടെ, സപ്പോസ് നമ്മൾ തമ്മിൽ കേസ് ഉണ്ടാക്കിയാൽ നമുക്ക് അത് പരാതി വരും. പോലീസ് ആദ്യമായിട്ടാണ് ഞാനത് ഇൻവോൾവ് ആവും. പോലീസ് എന്ത് ചെയ്യും? 2 വശം അന്വേഷിക്കും. ഇത് ആദ്യമായി പോലീസ് ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഒരു വശം മാത്രമേ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു സംശയമുണ്ട് സാറേ, എന്നാന്നറിയോ? ഈ പോലീസിന് അങ്ങനെ ഒരു ഉദ്ദേശം ഈ ഏപ്രിൽ 18, 2017 വരെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, പറയൂ, ഒരു കാരണവശാലും ആ കുറ്റപത്രം അങ്ങനെയാണ് അന്ന് കൊടുക്കത്തില്ല. ആ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പോലീസിന് പിന്നെ നീട്ടിക്കൊണ്ട് പോവാം. പ്രതികളെല്ലാം അറസ്റ്റിലായി, അവർക്ക് നീട്ടിക്കൊണ്ട് പോവാം. ഇനിയും കിട്ടാനുണ്ട്, ആളെ പ്രതി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ ഗൂഢാലോചന എന്തെല്ലാം നടന്നിരിക്കുന്നത് ഏപ്രിൽ 18 ശേഷം തന്നെയാണ്. എന്റെ അനുമാനമാണ്. കാര്യം ഞാൻ വിശ്വസിക്കുന്നതാണ്. കാര്യം വെച്ചാൽ ഏപ്രിൽ 18 മുമ്പ് അങ്ങനെ ഒരു സാധനം അവർക്കുണ്ടെങ്കിൽ അവരത് പെൻഡിങ് വെച്ചോണ്ടിരിക്കും. ഒരു കാരണവശാലും അത്ര പെട്ടെന്ന് കൊടുക്കത്തില്ല. പിന്നെ ഈ പ്രതികളെ പൾസസുനെയും മറ്റേ ഒരുത്തനും കൂടെ ഇവിടെ കോടതി കീഴടക്കാൻ പറ്റുന്നു. അതൊക്കെ വെറും നാടകമായിരുന്നു. അപ്പൊ ഈ കീഴടങ്ങലിന്റെ ഉദ്ദേശം എന്താ? പോലീസ് എത്രയും പെട്ടെന്ന് ഈ നടി എന്തെങ്ങാനും അബദ്ധത്തിൽ പറയാണ് എനിക്ക് ദിലീപായിട്ട് വിരോധം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും കൂടെ ഒക്കെ സംഭവിച്ചാൽ കിട്ടിയാലേ പോലീസിന് പണി കുറവുണ്ട്. അപ്പൊ അതൊന്നും നടന്നില്ല. കാര്യം നടി പറയുന്നില്ല. നടി പറയണമല്ലോ എനിക്കിങ്ങനെ സംശയമുണ്ട്, ഇന്ന ആൾ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴല്ലേ അതിനൊരു ജെനുവിനാലിറ്റി ഉള്ളൂ. അപ്പൊ ഇത് പക്ഷെ അതിന് ശേഷം ഈ പിന്നെ ഗൂഢാലോചന വാദം നടന്നു കഴിഞ്ഞപ്പോ ഇത് ഈ പെൺകുട്ടിയിലേക്ക് അടിച്ചേൽപ്പിച്ചു. അത് തികച്ചും ഈ പെൺകുട്ടീനെ അതിന് പ്രഷറൈസ് ചെയ്ത് കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോ ചിലപ്പോൾ ആ കുട്ടി വിശ്വസിച്ചു കാണും. ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ കൂടി ചുറ്റും നിന്ന് പറയുമ്പോ ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ആ കുട്ടി അത് ഇതായി.
പിന്നെ ഈ കേസിന്റെ വേളയിലാണേലും ഇത് ഇത്ര നീട്ടിക്കൊണ്ട് പോകരുതായിരുന്നു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു ഈ സുപ്രീം കോടതിയിലെ ഓരോ കാര്യങ്ങളൊക്കെ പോവാ ഹൈക്കോടതി പോയി. ദിലീപ് അല്ല ചെയ്തോണ്ടിരുന്നത്, ഇവര് ചെയ്തോണ്ടിരുന്ന ഡിഫെൻഡ് ചെയ്തായിരുന്നു. ചില 61ഓളം 67 ആണ് ഇവര് ചെയ്തോട്ടെ. ഇവരൊക്കെ പൊതുബോധം ഉണ്ടാക്കിയത് ഞാൻ അറിയാം. ദിലീപ് ഇത് താമസിക്കുന്ന അറിയാം, മാക്സിമം ദിലീപിന് എതിരായിട്ടൊരു പൊതുബോധം ഉണ്ടാക്കുവാൻ ചാനലിൽ കൂടെയൊക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് ഒരു മിനിറ്റ്, ഹലോ, ഇപ്പൊ തിരിച്ചു വിളിക്കാം, ഷൂട്ടില്ല, ഇപ്പൊ വിളിക്കാം, 5 മിനിറ്റ് ഇപ്പൊ വിളിക്കാം. പറഞ്ഞോ. ഓക്കെ 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 ഓക്കെ. അപ്പം ഇതിനകത്ത് ഉള്ള ഇതിനകത്തുള്ള സ്ഥലം അടിമുടി ദുരൂഹതയല്ല, കഴിഞ്ഞു. ഇതിനകത്ത് ഇനി നമുക്ക് അറിയേണ്ടത് ആരാണ് മാഡം, ആരാണ് ഈ കൊട്ടേഷൻ ദിലീപിനും ഈ അതിജീവിതക്കെതിരെ കൊടുത്തത്. അതിലേക്ക് കേരളം ഫോക്കസ് ചെയ്യണം. നമ്മുടെ നികുതി പണം കൊണ്ട് കോടാനുകോടി രൂപ മുടക്കി ഇവർ, അത് മാത്രമല്ല നമ്മുടെ സംരക്ഷിക്കേണ്ട പോലീസ്, ഓരോ പൗരനെയും സംരക്ഷിക്കേണ്ട പോലീസ് അധികാരികൾ, അവർ നമ്മളെ ജീവിപ്പിക്കാതിരിക്കാൻ, നമ്മുടെ സമാധാന ജീവിതം കടത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒരു കുടുംബം പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടണം. ഈ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ അടുത്ത ഒരു കാര്യങ്ങളുണ്ട്. 2018 തന്നെ ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അന്ന് കോടതി പറഞ്ഞു ഒരു പ്രതിക്ക് തന്റെ പേരിലുള്ള ആരോപണം അന്വേഷിക്കാനായിട്ട് ഇന്നയാൾ അന്വേഷിക്കണം എന്ന് പറയാനായിട്ട് അവകാശം തള്ളി. പിന്നെ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ആരും കേൾക്കുന്നില്ല. അതെ, പൾസസൂര്യ എന്താ വിധേയമാക്കാൻ? പൾസസൂര്യ ഇവരെന്തോടാ പൾസസൂര്യെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ ഇവരെ ഉള്ള കാര്യം ഈ നടത്തം ഇത് ശരിക്കും പറയാ കേരളം ഇതുപോലെ ദിലീപ് വിഷയമല്ല, ഇവിടെ വിഷയം എക്സും വൈയുവാ, അല്ലെ? ദിലീപ് എന്ന വ്യക്തി കളഞ്ഞത് ഇവിടെ എക്സും വൈയും തമ്മിലുള്ളതാണ്. നമ്മളാണ് എക്സ്, വേറൊരാൾ വൈ. നാളെ ഒരു പ്രശ്നം ഇങ്ങനെ നമ്മളിത് വിട്ടാൽ നമ്മുടെ സമൂഹത്തില് നമ്മളെങ്ങനെ മനസ്സമാനം ജീവിക്കും? ഒരു പൗരൻ ജനിച്ചു വീഴുന്ന ഒരു പൗരന് ജീവിക്കാൻ അവകാശമുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇതൊരു വലിയ ചോദിച്ചിട്ടുമാണ്, അല്ലേ? ഇനി തന്നെയല്ല സാറേ, ഈ 2017 കേസ് ഉണ്ടാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതെല്ലാം വരുന്നത് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം. അതറിയോ, TP സെൻകുമാർ, ശ്രീലേഖ IPS, അവിടെ ശ്രീലേഖയൊക്കെ ഭയങ്കര വോട്ടിനോട് ജയിച്ചു. അവരൊക്കെ പൊതുസമ്മതരാ. അവരെ പോലുള്ള നല്ല ഓഫീസർമാരെ മാറ്റി നിർത്തി ഈ സോപ്പിട്ട് വർത്താനം പറഞ്ഞ് ഈ ഗൂഢാലോചന പങ്കുള്ളവർ തന്നെ ഇത് മാനിപ്പാറ്റ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവര് കുറച്ചുപേര് മാത്രം, അതായത് ട്രാക്ക് റെക്കോർഡ് ഇവർക്ക് വളരെ മോശം. ഇതിന്റെ ഈ അന്വേഷണ തലപ്പത്തിരുന്ന ഒരു വ്യക്തി പല കേസുകളിലും മാനിപ്പുലേഷൻ വേറൊരു ഓഫീസർ, ഇവർക്കൊന്നും ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തവരാണ്, അല്ലേ? അതൊക്കെ പക്ഷെ ബൗജു പോലീസ് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ആളാണ്. അതായത് പുള്ളി അങ്ങനെ ഇതിനകത്ത് വന്നു. പക്ഷെ പുള്ളിക്കാരനെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളെ ഉണ്ടെങ്കിൽ ഒരു സംശയം തോന്നുന്നില്ലെന്ന് ഓർമ്മണ്ടായിരിക്കും അദ്ദേഹത്തെ. ചിലപ്പോൾ എനിക്ക് പറയാം അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു, ഞാൻ വ്യക്തിപരമായിട്ട് നമുക്ക് അതിനല്ല, അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അദ്ദേഹം കൈക്കൂലി വാങ്ങിയതാണെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് പരിചയമില്ല. അല്ല സാറേ, കേരള പോലീസിൽ നല്ലൊരു ശതമാനം ആൾക്കാർ കൈക്കൂലി പഠിക്കുന്നവരൊന്നും അല്ല, അവര് നല്ലതായിട്ട് ചെയ്യും. പക്ഷെ ഏതാനും ചെയ്യുന്നതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് പലരും അത് തന്നെ. ഞാനിപ്പോ ഈയിടെ കോട്ടയത്ത് DYSP, പുതിയ DYSP പരിചയപ്പെട്ടു. ഞാനോട് അദ്ദേഹമായിട്ട് അരമണിക്കൂർ സംസാരിച്ചു. സിനിമയുടെ പരാതിക്കായിരുന്നു. എന്തോ നല്ല മനുഷ്യനാണ്, നല്ലൊരു ഓഫീസറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഓഫീസർമാരെ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളിത് പറയുന്നുണ്ട്, നമ്മള് നിങ്ങൾക്കൂടെ നാണക്കെട്ട് നാളെ ഉണ്ടാകാതിരിക്കാൻ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്ന ഈ ഫോറൻസിക് നമ്മുടെ ഈ ദൃശ്യത്തിന്റെ ആശ്വാദി ചോർത്തുന്ന ഇവര് ഹാലളിക്കല്ലോ വൈകി കൊട്ടാരക്കരയൊക്കെ. അതുപോലെ ബോംബെയിൽ പോയി റിട്രീവ് ചെയ്തിട്ടോ ഒന്നും കിട്ടിയില്ല. ആ കാര്യത്തെ കുറിച്ചാണ് അടുത്ത എപ്പിസോഡ്. ആ 4ാമത്തെ എപ്പിസോഡ് നിങ്ങൾ കാണുക. അപ്പൊ സജീവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടെ പറയാം, 1 to തൊട്ടുള്ള 4 ചാപ്റ്റർ ആയിട്ടുണ്ട്, 4 ഇതായിട്ടുണ്ട്, അല്ലേ? അടുത്ത 5ാമത്തെ ഞങ്ങൾ ഇടും. ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചതിൽ നിന്നും ഇതുവരെ കിട്ടിയതാണ്. ആരും പറഞ്ഞു തന്നതല്ല, അറിയാവുന്ന രീതിയിൽ ഞങ്ങളുടെ നോളജ് എനിക്ക് ശ്രദ്ധേയമെന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. തുടർന്ന് ഇത് വായിക്കുന്നതാണ്, ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കാതിരിക്കും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങളുടെ യുക്തിക്ക് വിട്ടുതരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ തൽക്കാലം എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. 5ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നല്ല വണക്കം, അല്ലേ? 4ാമത്തെ എപ്പിസോഡ്. അത് 3ആയി. താങ്ക് യു സോ മച്ച്.